ബൈക്ക് നിയന്ത്രണം വിട്ട് വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രക്കാരനും കടയിൽ നിന്നയാൾക്കും പരിക്കേറ്റു. പ്രകാശ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗോൾഡൻ ബ്യൂട്ടി പാർലറിലേക്കാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് ഇടിച്ച് കയറിയത്. ബൈക്ക് യാത്രക്കാരനെയും കടയിലുണ്ടായിരുന്നയാളെയും സാരമായ പരിക്കുകളോടെ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം നടന്നത്. തോപ്രാംകുടി ഭാഗത്ത് നിന്ന് അമിത വേഗതയിലെത്തിയ ബൈക്ക് പ്രകാശ് ജംഗ്ഷനിൽ ഇടതുവശത്തേക്ക് തിരിയാതെ നിയന്ത്രണം നഷ്ടപ്പെട്ട നേരെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പ്രകാശ് മാന്ത്രയിൽ ആകാശ് സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടത്തിൽപ്പെട്ടത്. ഈ സമയത്ത് കടയിൽ നിന്നിരുന്നയാൾക്കും ബൈക്ക് തട്ടി പരിക്കേറ്റു. അകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരന് പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേങ്കിൽ അവിടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. കസ്റ്റമറിനൊരു കാലിന് മുട്ടുന്നൊരു പരിക്കുണ്ട്. ആ പുള്ളിയെ ഇപ്പോൾ മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്താണ് ഈ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന പയ്യനും അല്ല ഈ ബൈക്കിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാട്ടിലിങ്ങനെ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം വേണ്ട കാര്യമാണ്. ചില അശ്രദ്ധമായിട്ട് ബൈക്ക് ഓടിച്ചാണെങ്കിൽ അതിന് ബൈക്കിന് കംപ്ലൈൻ്റ് ആണെങ്കിൽ അതിന് നിയമ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വെച്ചാൽ ഇത് പ്രകാശ് പോലെ ഒരു ജംഗ്ഷനിൽ വളരെ വൻ ദുരന്തമാണ് ഒഴിവായിപ്പോയിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതെ തന്നെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ നമ്മൾ വെറും അവഗണനയോട് മാറ്റിയാൽ നാളുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ നമ്മൾ വെറുതെ കണ്ണടച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതിലും വലിയ ദുരന്തങ്ങൾ ഈ നാട്ടിലുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബൈക്ക് യാത്രക്കാരനെയും പരിക്കേറ്റ ആളെയും സാരമായ പരിക്കുകളോടെ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടയ്ക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തങ്കമണി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.